ഇന്നെന്താ ഉണ്ടാക്കണതെന്നറിയോ? നല്ല വറുത്തരച്ച കടലക്കറി. നമ്മുടെ നാടൻ രീതിയിൽ വറുത്തരച്ച കടലക്കറി ഇടാം. പുട്ടിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല കുറുകിയ ചാറോട് കൂടിയ കടലക്കറിയാണ് കേട്ടോ. ഇതിനായിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത കടലയാണ് കേട്ടോ. ഒരു 1.25 കപ്പോളം കടല ഉണ്ടാവും തലേ ദിവസം ഇട്ടപ്പോൾ. അതാണിപ്പോൾ കഴുകി വൃത്തിയാക്കി നമ്മളൊരു കുക്കറിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഉണ്ടാവും. ആവശ്യമുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ എത്ര അളവ് കടല എടുത്താലും ഇതുപോലെ കുറച്ച് ഇങ്ങനെ പൊന്തി നിന്നാൽ മതി വെള്ളം. കുറേ വെള്ളം ഒഴിക്കണ്ട കടലയിൽ. പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് ആദ്യത്തെ വിസിൽ വരുമ്പോൾ സിമ്മിലിടുക. അത് കഴിഞ്ഞിട്ടൊരു 15 മിനിറ്റ് അത്ര മതി. അതിനുള്ളിൽ കടല വെന്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ കടല വെച്ചിട്ട് ഇനി നമ്മൾ അരപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് 3 എണ്ണം, പിന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. 2 മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുകയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇത് രണ്ടും എരിവുള്ള മുളക് തന്നെയാണ്. അപ്പോൾ പച്ചമുളക് 2 എണ്ണവും മറ്റേത് 3 എണ്ണം ചേർത്തു. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പിന്നെ കറിവേപ്പില, പട്ടയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ പെരിഞ്ജീരകം 1 ടീസ്പൂണാണ്, അത് 2 പ്രാവശ്യമായിട്ട് ഇട്ടതാണ്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും, അത്രയാണ് ചേർത്തത് കേട്ടോ. പിന്നെ ഗ്രാമ്പു ഏലക്കൊക്കെ 2-3 എണ്ണം ഇട്ട് കൊടുത്തു, അത് അതിലുണ്ടായിരുന്നു. അങ്ങനെ ഇത് ആദ്യം ഇട്ടപ്പോൾ നമ്മൾ തീ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തത്. ഓൺ ചെയ്തിട്ട് അധികം ചൂട് കൂടണ്ട, പിന്നെ വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല. ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ആവിയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ സിമ്മിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 2-3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് ഓയിലാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യമേ തന്നെ എണ്ണ ഒഴിച്ചിട്ട് അല്ല നമ്മളിതൊക്കെ ഇട്ടിരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ ആവി കയറി 1-2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചത്. ഇനി ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ അടിയിൽ പിടിക്കാണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമ്മളിത് വറുത്തെടുക്കണം. ഇതേ കളർ മാറി തുടങ്ങിയിട്ടാണ്. ഇനി നമ്മളിതിൽ മല്ലിപ്പൊടി ചേർക്കണം. അപ്പോൾ മുഴുവൻ മല്ലിയാണെങ്കിൽ നമുക്ക് ആദ്യം ചേർക്കാം. ഒരു 2 ടീസ്പൂൺ മുഴുവൻ മല്ലി. ഇത് മല്ലിപ്പൊടിയാണ്, അത് 2 ടീസ്പൂൺ ഈ കളറായപ്പോഴാണ് ചേർത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ആക്കിയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യാം കേട്ടോ നമുക്ക്. പിന്നെ ആ ചൂടിലിരുന്നിട്ട് മല്ലിപ്പൊടി മൂത്തോളും. പിന്നെ നമ്മൾ ഇടുന്നത് എന്താണെന്നറിയോ? കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പിന്നെ കുറച്ചൊന്നൊരു കൊഴുപ്പ് കിട്ടാനും. അപ്പോൾ കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിക്കോ, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ. അങ്ങനെ എരിവിന് വേണ്ടിയിട്ടല്ല നമ്മളത് ഇട്ടത്. എരിവിന് വേണ്ടി നമുക്ക് മറ്റേ മുളകൊക്കെ ഉണ്ടല്ലോ, വറ്റൽമുളകുണ്ട്, പച്ചമുളകുണ്ട്, കുരുമുളകുണ്ട്. അപ്പോൾ ഈ മുളക് പിന്നെയും ഇനി എരിവുള്ള മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. ഇത് കളറ് കിട്ടാനാണ് കേട്ടോ. നമ്മൾ വേവിച്ച് വെച്ച കടലയാണ് കേട്ടോ. കടലയൊക്കെ വെന്തിരിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ അരപ്പിനെ വറുത്ത് വെച്ചത്. അപ്പോൾ ഇനി അത് വറുത്തിടാൻ വേണം. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ കടുകൊക്കെ ഇട്ടാൽ മതി കേട്ടോ, കൂടുതൽ ഇടണ്ട. പിന്നെ 2 ചെറിയ സവാള, വലുതാണെങ്കിൽ 1 എണ്ണം, അത് ഒന്ന് കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മൂക്കണം കേട്ടോ. സവാള പച്ചയ്ക്ക് നല്ല കിടക്കണ്ടേ, നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി നല്ല അതിൻ്റെ വെള്ളമൊക്കെ പോയി നല്ല വരണ്ട് വരണം. ആ സമയം അത് സവാള ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ അരപ്പ് അത് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം ഇങ്ങനെ പൊടിച്ചെടുത്തു. അതിന് ശേഷമാണ് അതിൽ നമ്മൾ വെള്ളം ഒഴിക്കുക.
അല്ലെങ്കിൽ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചാൽ ശരിക്കും അങ്ങോട്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് അരഞ്ഞ് കിട്ടി. അപ്പോഴേക്കും ഇതേ നമ്മുടെ സവാള ഈ പരുവത്തിലായി, ചെറിയതായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡും വന്നു. അത് നന്നായിട്ടൊന്ന് വഴണ്ടു വന്നു. ആ സമയത്താണ് നമ്മൾ 2 തക്കാളി ചേർത്ത് കൊടുത്തത്. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് തീ കൂട്ടി വെച്ചോ, അപ്പോൾ വേഗം വഴണ്ട് കിട്ടും. ഇനി ഈ സവാളയിലേക്കും തക്കാളിയിലേക്കുള്ള കുറച്ച് ഉപ്പും കൂടെ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ കടലയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അത് അധികം ഇല്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഈ മസാലയിലേക്ക് ആവശ്യമുള്ള കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി വേഗം തന്നെ മൊരിഞ്ഞ് കിട്ടിക്കോളും. 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും ഈ തക്കാളി നന്നായിട്ട് വാടി വന്നു, അതിലത്തെ വെള്ളമൊക്കെ പോയി നന്നായിട്ട് ഉടഞ്ഞു തക്കാളി ഇങ്ങനെ പച്ചയ്ക്ക് കിടക്കാണ്ട് കുറച്ചിങ്ങനെ വഴണ്ട് കിട്ടുന്നത് നല്ലതായി കറിയിലേക്ക്. അതുകൊണ്ടാണ് തക്കാളി അങ്ങനെ തന്നെ കടലയിൽ ഇടാതിരുന്നത്. ഇങ്ങനെ വഴറ്റി ചേർക്കുമ്പോൾ നല്ല സ്വാദുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ കടല ഇട്ട് കൊടുക്കുക, വേവിച്ച് വെച്ച കടല. ഇതൊരു ലൈറ്റ് കളറുള്ള കടലയായിരുന്നു. കുറച്ചും കൂടെ ഡാർക്ക് കളറായിട്ടുള്ള കടല കിട്ടില്ലേ, അതത്ര സ്വാദ് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഇങ്ങനത്തെ കളർ, ഒരു മഞ്ഞ കളറുള്ള കടല കിട്ടും, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക, നല്ല സോഫ്റ്റായിട്ടിരിക്കുക. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത്, ഇത്രയും നമുക്ക് അധികം ഗ്രേവിയൊന്നും ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് കടല വേവിക്കുമ്പോൾ കുറേ വെള്ളം ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ അരപ്പിൻ്റെ കൂടെ നമുക്ക് അരപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. മുന്നേ തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ വറ്റിക്കാൻ പിന്നെ കുറേ സമയം വേണ്ടേ. നമ്മൾ അരപ്പ് ചേർത്തു. ഇനി നമുക്ക് ആ മിക്സിയൊക്കെ ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർക്കണം കേട്ടോ. അത് ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ കുടിക്കാൻ തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടാവില്ലേ, അതിൽ നിന്നാണ് നമ്മളെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തത്. പച്ചവെള്ളം പിന്നെ ഇനി ഒഴിക്കണ്ട. അങ്ങനെ ദേ ഇത്ര ഗ്രേവിയാക്കി. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് മൂടി വയ്ക്കുക. ഇത് സിമ്മിലിട്ടിട്ട് 5 മിനിറ്റൊക്കെ ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ നല്ലതായിട്ട് കടലയിലൊക്കെ മസാലയൊക്കെ നന്നായി പിടിച്ച് നല്ലതായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുമില്ല, നല്ല കുറുകി വന്നു. അപ്പോൾ അപ്പുറത്ത് നമ്മൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പുട്ടും കടലയാണ് ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം. ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു, അപ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ കറി റെഡിയായി. അപ്പോൾ ഇതുപോലത്തെ കടലക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. നീ അഥവാ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.